കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നീത അഞ്ജലിയുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കുന്നതായിട്ടാണ്. ഇനി തുടർന്ന് കാണാം. കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ട് അഞ്ജലി വേദന കൊണ്ട് പുളഞ്ഞു കരയുകയാണ്. ചോരയും വാർന്നൊലിക്കുന്നുണ്ട്. അഞ്ജലി! കൗശിക് അർജുന്റെ മുകളിലേക്ക് വീണ്ടും എന്തോ ഭസ്മമെറിയുന്നു. അപ്പോൾ അർജുൻ വീണ്ടും ഭൂമിയിൽ വീണ് കിടന്ന് പിടയാൻ തുടങ്ങി. നീ ഈ ചെയ്തതൊട്ടും ശരിയായില്ല. ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരും. ശിവാനി തന്റെ നാഗിനിയുടെ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. ശിവാനിയുടെ മുഖമുള്ള ഭാഗം മനുഷ്യന്റേതും കാലുകളുടെ ഭാഗം ഒരു പാമ്പിന്റേതുമായി വെച്ചു. എന്നിട്ട് തന്റെ ആകൃതി വലുതാക്കി റീത്തയെയും നീതയെയും ബന്ധിക്കുന്നു. റീത്തയും നീതയും ആ ബന്ധനത്തിൽ നിന്ന് പുറത്തുവരാൻ വളരെ ശ്രമിച്ചു. പക്ഷെ ശിവാനി തന്റെ വാലുകൾ വളരെ വലുതാക്കി അവരെ വീണ്ടും കെട്ടിവരിയാൻ തുടങ്ങി. റീത്ത ദൂരത്തുനിന്നും കത്തിയെറിഞ്ഞ് വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു. അത് വീണ്ടും പോയി അഞ്ജലിയുടെ മേൽ പതിച്ചു. എന്നാൽ ശിവാനി വാലുപയോഗിച്ച് റീത്തയെയും നീതയെയും എടുത്ത് നിലത്തിട്ടടിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ ബന്ധിച്ചതിന് ശേഷവും എന്റെ ബന്ധനത്തിലുള്ള നാഗിനികളെ നീ ഇങ്ങനെ ചെയ്യുമോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? ശിവാനി റീത്തയെയും നീതയെയും തന്റെ വാലുപയോഗിച്ച് അടിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോൾ കൗശിക് ദേഷ്യം മൂലം തന്റെ ശക്തികൾ ഉപയോഗിച്ച് ഒരു ശസ്ത്രമുണ്ടാക്കി അതുപയോഗിച്ച് ശിവാനിയെ ആക്രമിച്ചു. അപ്പോൾ ശിവാനിയുടെ പിടി പതുക്കെ അയയാൻ തുടങ്ങി. റീത്തയും നീതയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കൗശിക്കിന്റെ അടുത്ത് പോയി നിൽക്കാൻ തുടങ്ങി. മയൂരി, നീ അർജുനന്റെ കഥ അവസാനിപ്പിക്കേ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. അർജുൻ വളരെയധികം പരിക്കുകൾ പറ്റി അവിടെ കിടന്ന് പിടയുകയായിരുന്നു. അപ്പോൾ മയൂരി കൈകളിൽ 2 വലിയ ഇരുമ്പ് തണ്ടുകൾ എടുത്തു. അത് തീയിൽ വെച്ച് പഴുപ്പിച്ചെടുത്തവയായിരുന്നു. അതിന്റെ ഒരു ഭാഗത്ത് മരപ്പിടികൾ ഉണ്ടായിരുന്നു. അവൾ അർജുന് നേരെ നീങ്ങാൻ തുടങ്ങി. ഇനി നടക്കാനുള്ളതാ കാണേണ്ടത്. അയ്യോ വേണ്ട മയൂരി, അവനെ ഒന്നും ചെയ്യല്ലേ. കൗശിക്കിന്റെ ആ മാന്ത്രിക അസ്ത്രം വീണ്ടും ശിവാനിയെ ആക്രമിക്കാൻ തുടങ്ങി. അതിലൂടെ ശിവാനിക്ക് പരിക്കുപറ്റി. മയൂരി മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ അഞ്ജലിക്ക് ഒരു പഴയ സംഭവം ഓർമ്മ വന്നു. കൗശിക് തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു വിഷകന്യകയ്ക്ക് ജന്മം കൊടുത്തു. ശിവാനി മയൂരിയെ ബന്ധിച്ച് എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മയൂരിക്ക് പകരമായിട്ട് നിന്നെ ഞാൻ അർജുന്റെ വീട്ടിലേക്ക് അയക്കുന്നത്. അവിടെ നിന്റെ പേര് അഞ്ജലി എന്നായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ചെയ്യാം. ശിരസുകൾ നമിക്കുന്നു. നിന്റെ ശരീരത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ഞാൻ ഒരുപാട് ശക്തികൾ നൽകിയിരുന്നു. എങ്കിലും ഞാൻ നിനക്ക് വളരെ അത്ഭുതകരമായ ഒരു മായശക്തി കൂടി നൽകാൻ പോവുകയാണ്. പക്ഷേ നിനക്ക് അതൊരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അഞ്ജലി അതിന് സമ്മതം കൊടുത്തു. കൗശിക് അഞ്ജലിയുടെ കയ്യിൽ ഒരു ആയുധം കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം മറക്കരുത്, വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അതിന്റെ ശക്തിയെ മറികടന്ന് മറ്റൊരു ശക്തിക്കും നിന്നെ ആക്രമിക്കാനാവില്ല. നീ എന്നെ കെട്ടിവെക്കുവാൻ വേണ്ടി ശിവാനിക്ക് സഹായം ചെയ്തു. നീ ഒരു ചതിയനാണ്. മയൂരി അർജുന്റെ മുടിയിൽ പിടിച്ച് അവന്റെ തല നിലത്തിട്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് റീത്തയെയും നീതയെയും അങ്ങോട്ട് വിളിച്ചു. ഏയ് റീത്ത, നീത, 2 പേരും ഇവിടെ വരൂ. നീതയും റീത്തയും അങ്ങോട്ട് ചെന്നു. മയൂരി അവരുടെ കൈകളിലേക്ക് ആ ലോഹത്തണ്ടുകൾ ഏൽപ്പിക്കുന്നു. അർജുന്റെ കണ്ണുകൾ ഞാനാണ് എടുക്കാൻ പോകുന്നത്. മയൂരി അർജുന്റെ മുടിയിൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റീത്തയും നീതയും ചേർന്ന് അർജുന്റെ 2 കണ്ണുകളിലേക്കും ആ ഇരുമ്പ് തണ്ടുകൾ കുത്തിയിറക്കാൻ പോവുകയാണ്. നിൽക്കൂ! അപ്പോൾ അഞ്ജലി തന്റെ ആ ആയുധം ഉപയോഗിച്ച് റീത്തയെയും നീതയെയും മയൂരിയെയും ആക്രമിക്കുന്നു. 3 പേരും ദൂരത്ത് പോയി വീണു. ശിവാനിയും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. നീ എന്താ ചിന്തിച്ചിരിക്കുന്നേ? നിനക്ക് എന്റെ ശക്തി നശിപ്പിക്കാൻ കഴിയുമെന്നോ? ഒരു പ്രധാനപ്പെട്ട കാര്യം നീ മറന്നു. നിനക്ക് ഒരു പ്രാവശ്യം മാത്രമേ ആ ശക്തി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യം. അഞ്ജലി ദേഷ്യത്തോടെ കൗശിക്കിന് നേരെ നോക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്കാവില്ല. കൗശിക് കണ്ണുകൾ അടച്ചുപിടിച്ച് എന്തോ മന്ത്രങ്ങൾ പറഞ്ഞു. എന്നിട്ട് തന്റെ കൈകൾ ഉപയോഗിച്ച് എന്തോ ഒന്ന് അഞ്ജലിയുടെ മേത്തേക്കെറിഞ്ഞ് ആക്രമിക്കുന്നു. അപ്പോൾ അഞ്ജലി ബോധം കെട്ട് താഴേക്ക് വീണുപോകുന്നു. ശിവാനി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാഗദേവതി, ഇന്ന് നീ വന്നു തന്നെ പറ്റുകയുള്ളൂ. ഇനി ഇതൊന്നും എനിക്ക് സഹിക്കാനാവുന്നില്ല. അപ്പോൾ ഒരു ശക്തമായ ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് പുറത്തു വന്നു. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു. ഇടിമിന്നൽ ഭയങ്കര ശബ്ദത്തോടെ മിന്നാൻ തുടങ്ങി. ഭൂകമ്പം മൂലം ഭൂമി ഇളകാൻ തുടങ്ങി.
നാഗദേവതേ, ഞങ്ങളെ വന്ന് രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിക്കാനായി വരൂ ദേവതേ, ഞങ്ങളെ രക്ഷിക്കാനായി വരൂ. മയൂരി, നീ എത്രയും പെട്ടെന്ന് റീറ്റയും നീറ്റയും കൂട്ടി ഇവിടുന്ന് മറയാൻ നോക്ക്. ഞാനും ഇവിടുന്ന് പോവുകയാണ്. വലിയ പ്രളയം ഉണ്ടാകാൻ പോകുന്നത് പോലെ തോന്നുന്നു. നാഗറാണി ശിവാനിയുടെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അവളിപ്പോൾ ഈ ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. ഹേയ് വിശ്വനാഥിനി, ഞാൻ പിന്നെ നിന്നെ നോക്കിക്കോളാം. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. എനിക്ക് എങ്ങനെയെങ്കിലും ആ നാഗമാണിക്യം ലഭിച്ചേ മതിയാകൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് കൗശിക് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. മയൂരിയും റീറ്റയെയും നീറ്റയെയും കൂട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ആ സമയത്ത് അവിടമെല്ലാം പുക കൊണ്ട് നിറഞ്ഞു. ആ പുകയിൽ നിന്ന് ഒരു വലിയ നാഗിനി പുറത്തു വരുന്നു. നോക്കി നിൽക്കെ തന്നെ ആ നാഗിനി മനുഷ്യരൂപത്തിലേക്ക് മാറി. വെളുത്ത തിളങ്ങുന്ന വസ്ത്രങ്ങളാണ് ആ നാഗിനി ധരിച്ചിരുന്നത്. കാലുകളിൽ നാഗത്തിന്റെ ആകൃതിയോട് കൂടിയ വെളുത്ത ചെരുപ്പുകളാണ് ധരിച്ചിരുന്നത്. തലയിൽ നാഗലോകത്തിന്റെ ഒരു കിരീടമുണ്ടായിരുന്നു. വിഷമിക്കേണ്ട ശിവാനി, ഞാൻ വന്നു കഴിഞ്ഞു. അർജുനെയും അഞ്ജലിയെയും രക്ഷിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷെ ഞാൻ തോറ്റുപോയി. അങ്ങനെയെല്ലാം വിചാരിക്കേണ്ട ശിവാനി, നീ തോറ്റിട്ടില്ല. ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നീ വളരെ ധൈര്യമായിട്ടാണ് അതിനെ നേരിട്ടത് നാഗിനി. എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോഴേക്കും അഞ്ജലിക്കും ബോധം തെളിഞ്ഞിരുന്നു. നാഗദേവത അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് തന്റെ കൈകൾ അഞ്ജലിയുടെ മുറിവിനു മുകളിൽ വെച്ചു. അഞ്ജലിയുടെ മുറിവുകൾ വേഗത്തിൽ സുഖം പ്രാപിച്ചു. അതിനുശേഷം നാഗദേവത അർജുന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അർജുനും സുഖം പ്രാപിച്ചു വന്നു. നിങ്ങളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാഗലോകത്തു നിന്നും ഇവിടം വരെ വന്നിരിക്കുന്നു. ഈ കടം ഞാൻ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. അഞ്ജലിയും കൈകൾ കൂപ്പി നമസ്കരിക്കുന്നു. ഞാൻ തിരികെ നാഗലോകത്തേക്ക് പോകുന്നു. ഈ കൗശികിന്റെ വിഷയത്തിൽ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നാഗദേവത അവിടെ നിന്ന് അപ്രത്യക്ഷയായി. അഞ്ജലിയും ശിവാനിയും അർജുനും തിരികെ വീട്ടിലേക്കെത്തി. ആന്റി, അണ്ണൻ വന്നു. കരുണ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ കള്ളന്റെ വല്ല വിവരവും കിട്ടിയോ? അതെ അമ്മേ, ഞങ്ങൾ കണ്ടുപിടിച്ചു. അയാളൊരു പ്രാന്തനാണ്. ശരിക്കും ഒരു ശല്യവേ അലയുകയാണ്. എന്താ അണ്ണാ വരുവാൻ ഇത്രയും താമസിച്ചത്? നിങ്ങൾ വരാതെ ഞാനും ആന്റിയും ഒന്നും കഴിക്കില്ലെന്ന് അറിയില്ലേ? അർജുൻ ഉത്തരമൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ശരി ശരി, ഇനി എല്ലാവരും ഉള്ളിലേക്ക് വാ. പോയി കൈയും മുഖവും കഴുക. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ആന്റി, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഞാൻ എടുത്തിട്ട് വരാം. ഞാനും നിന്റെ കൂടെ വരാം. അഞ്ജലിയും ശിവാനിയും ചേർന്ന് അടുക്കളയിൽ പോയി ചായയും പലഹാരങ്ങളും ഉണ്ടാക്കുന്നു. കൗശിക് ഇനി വീണ്ടും വരുമോ? കൗശിക് വർഷങ്ങളായി നാഗമാണിക്യത്തിനു വേണ്ടി നടക്കുകയാണ്. അത്ര പെട്ടെന്ന് അവൻ പിന്മാറാൻ വഴിയില്ല. ഇന്ന് നമ്മളെ നാഗറാണി രക്ഷിച്ചു. അവർ വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര ശക്തി ഉണ്ടായാലും നമ്മൾ മരിച്ചിരിക്കും. നീ വിഷമിക്കാതിരിക്കൂ. ഒരു ദിവസം കൗശിക് തോൽക്കും. എന്റെ നാഗരാജാവ് എന്റെ അടുത്തേക്ക് തിരികെ വരികയും ചെയ്യും. ശരി, നമുക്ക് ചായ കുടിച്ചിട്ട് പുറത്തു പോകാം. അഞ്ജലിയും ശിവാനിയും പുറത്തേക്ക് പോകാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വാതിൽക്കൽ കരുണ വന്ന് നിൽക്കുന്നതാണ്. ആന്റി, നിങ്ങളോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ആന്റി? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയത്? എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഒന്നും പറ്റിയില്ല ആന്റി. ശരി, ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. കരുണ ചൂടുവെള്ളവും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചു. അതെ, ഞാനും കരുതിയത് ആന്റി എല്ലാം കേട്ടിട്ടുണ്ടാവുമെന്നാ. രണ്ടുപേരും പുറത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. മോനെ, ഞാൻ ആലോചിക്കായിരുന്നു നിന്റെ കല്യാണം നടത്താമെന്ന്. അർജുൻ എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അഞ്ജലി കരുണയെ ഇടയ്ക്ക് വെച്ച് തന്നെ തടയുന്നു. ഇല്ല, വേണ്ട ആന്റി, ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്ത് പറ്റി മോളെ? അഞ്ജലി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. അഞ്ജലി പറയുന്നത് സത്യമാണമ്മേ. നിങ്ങൾ രണ്ടുപേരും പറയുന്നതിൽ എന്ത് ശരിയുണ്ടെന്നാ? ഇനി മുതൽ നിങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറയില്ല. കരുണയ്ക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട്. പക്ഷെ അത് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അണ്ണാ, നമുക്ക് പുറത്തു പോകാം അണ്ണാ. ശരിയമ്മേ, നമുക്ക് നാളെ പോകാം. നമ്മൾ പോകുമ്പോൾ ശിവാനിയെയും അഞ്ജലിയും കൂടെ കൊണ്ടുപോകാം. പീഹു സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നാളെ നമുക്ക് പുറത്തു പോകാം, ജോളിയായിട്ട് പുറത്തു പോകാം. പിഹുവിന് എന്ത് പറ്റി? ആരുടെ കൂടെ കറങ്ങാൻ പോകുന്ന കാര്യമാ പറയുന്നത്? അപ്പോൾ അങ്ങോട്ടേക്ക് പീഹു എത്തുന്നു. നിങ്ങൾക്കൊരു സർപ്രൈസ് പറയാം. പറയൂ പീഹു, അതെന്ത് സർപ്രൈസ് ആണ്? അപ്പോൾ അങ്ങോട്ടേക്ക് അർജുനും ശിവാനിയും വന്നു കയറുന്നു. അതിപ്പോ അർജുനണ്ണൻ തന്നെ പറയും.
ഞാനിപ്പോൾ എന്റെ മുറിയിൽ പോകാൻ പോവുകയാണ്. പിഹു പുറത്ത് കറങ്ങാൻ പോണെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അതുകൊണ്ടാണ് നീയും ശിവാനിയും കൂടെ വരാനായിട്ട് ഞാൻ പറഞ്ഞത്. നിനക്കെന്താ ഭ്രാന്താണോ അർജുൻ? കൗശികും മയൂരിയും ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അറിയോ, ഈ അവസ്ഥയിൽ നമ്മൾ കരുണ ആന്റിയെ ഇവിടെ വിട്ടിട്ട് എങ്ങനെയാണ് പോവുക? പക്ഷെ കൂടെ കൂട്ടിട്ട് പോകുന്നത് ഒട്ടും അപകടം കുറവുള്ള കാര്യമല്ല. അപ്പോ പുറത്ത് പോകണ്ടെന്നാണ് പറയുന്നേ? അല്ല, നീ പീഹുവിനെ കൂട്ടിയിട്ട് പോയിട്ട് വരൂ. അവൾ ചെറിയ കുട്ടിയല്ലേ, അല്ലെങ്കിൽ അവൾക്ക് വിഷമമാകും. പിറ്റേ ദിവസം അർജുൻ പീഹുവിനെയും കൂട്ടി പട്ടണം തന്നെ ചുറ്റിക്കാണിക്കാനായി കൊണ്ടുപോയി. പീഹു വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ കുനിഞ്ഞു നടന്നു പോകുന്ന ഒരു വയസ്സായ സ്ത്രീയെ അവർ കാണാനിടയായി. അവരുടെ കയ്യിൽ ഒരഴുക്ക് പറ്റിയ ഭാണ്ഡമുണ്ടായിരുന്നു, അതുപോലെ കയ്യിൽ ഒരു ഉണങ്ങിയ കമ്പും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. എനിക്ക് ഈ റോഡൊന്ന് മുറിച്ച് കിടക്കണമായിരുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. അവരുടെ ആ ശബ്ദം അർജുനും പീഹുവും കേൾക്കാനിടയായി. അണ്ണാ, ആ അമ്മുമ്മയ്ക്ക് നമ്മുടെ സഹായം വേണമെന്ന് തോന്നുന്നു. നമ്മൾ അവർക്ക് സഹായം ചെയ്തേ പറ്റൂ. അതെ, നീ പറയുന്നത് ശരിയാണ്. ഞാൻ ചെല്ലാം. പക്ഷെ ഞാൻ വരുന്നവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോകരുത്. ശരി അണ്ണാ. ആ വയസ്സായ സ്ത്രീയെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കാനായി അർജുൻ പോയി. വരൂ, ഞാൻ നിങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. നന്ദിയുണ്ട് മോനെ. അർജുൻ ആ വയസ്സായ സ്ത്രീയെ റോഡിന്റെ മറുഭാഗത്ത് എത്തിച്ച ഉടനെ തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് മയൂരിയായിരുന്നു. അവൾ രൂപം മാറി വയസ്സായ സ്ത്രീയായതായിരുന്നു. അപ്പോൾ പുറകിൽ നിന്ന് പീഹുവിന്റെ ശബ്ദം കേൾക്കാനിടയായി. അർജുൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പീഹുവിനെ ചില തെമ്മാടികൾ ചേർന്ന് എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അർജുൻ മയൂരി അവിടെ വിട്ട് ആ തെമ്മാടികളുടെ കാറിന് പുറകെ തന്റെ കാറുമെടുത്ത് യാത്ര പുറപ്പെടുന്നു. കൗശിക്, നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിന്റെ ശത്രു ഞാനാണ്. പിന്നെ എന്തിനാണ് നീ ആവശ്യമില്ലാതെ ഈ ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? അർജുൻ കാറിന്റെ സ്പീഡ് വളരെയധികം കൂട്ടി. എന്നിട്ട് ആ തെമ്മാടികളുടെ കാറിനടുത്തേക്ക് എത്താൻ പോവുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരാൾ അർജുന്റെ കാറിന്റെ ടയറിന് നേരെ നിറയൊഴിച്ചു. അത് കാറിന്റെ ടയറിൽ തന്നെ വന്നു പതിച്ചു. കാറ് പഞ്ചറായി. അയ്യോ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? പീഹു ഉള്ളപ്പോൾ എനിക്ക് എന്റെ യഥാർത്ഥ രൂപം കാണിക്കാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യുക? അർജുൻ ആ തെമ്മാടികളുടെ കാറിന് പുറകെ ഓടാൻ തുടങ്ങി. ദയവേത് പീഹുവിനെ ഒന്നും ചെയ്യരുത്. അർജുൻ വളരെ വേഗത്തിൽ തന്നെ ഓടിച്ചെന്നു. എന്നിട്ട് ആ വണ്ടിയെ തടഞ്ഞ് അതിനു മുന്നിൽ ചെന്ന് നിൽക്കാൻ തുടങ്ങി. അർജുൻ മനുഷ്യന്റെ രൂപത്തിൽ വളരെ വലുതാകാൻ തുടങ്ങി. ഇതാണ് എന്റെ അണ്ണൻ. ഇപ്പൊ നിങ്ങളെല്ലാം അടിച്ച് ശരിയാക്കാൻ പോവുകയാണ്. നോക്കിക്കോ. അർജുനും ആ തെമ്മാടികളും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. എന്റെ അണ്ണൻ ഇത്രയും ശക്തിയായി വലുതാകാൻ പറ്റുമോ? എനിക്കറിയില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ വിചാരിച്ചാൽ ചെറുതാകാനും പറ്റും, ആനയെ പോലെ വലുതാകാനും പറ്റും. അത്ഭുതം! അർജുൻ അവരെ എല്ലാവരെയും എടുത്ത് എറിയാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നൊരു തെമ്മാടി ഒരു തോക്കെടുത്ത് പീഹുവിന് നേരെ നീട്ടിപ്പിടിക്കാൻ തുടങ്ങി. അണ്ണാ, രക്ഷിക്കൂ! നിനക്ക് ഈ പീഹുവിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്റെ സുഹൃത്തുക്കളെ ഇപ്പൊ തന്നെ വിട്ടോളൂ. ഇനിയും നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഓടിപ്പൊയ്ക്കോളൂ. അർജുൻ തന്റെ വായിൽ നിന്ന് പുക പുറപ്പെടുവിച്ചു. അപ്പോൾ ആ തെമ്മാടികൾ താഴെ വീണു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി. അണ്ണാ, എനിക്ക് നിങ്ങളോട് നിറയെ ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്കും നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മയിൽ വരുന്നു. അപ്പോൾ മറ്റു വഴികളില്ലാതെ അർജുനും തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറേണ്ടി വന്നു. അർജുൻ ആ മയിലിനെ തന്റെ ഫണം കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. ആ മയിലാകട്ടെ തന്റെ കൊക്കു കൊണ്ടും ആക്രമിച്ചു. രണ്ടുപേരും ദൂരെ നിന്ന് തന്നെ തന്റെ ശക്തികൾ കൊണ്ട് പരസ്പരം ആക്രമിച്ചു. ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് ആ മയിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറി. അപ്പോൾ അർജുനും മനുഷ്യരൂപത്തിലേക്ക് തന്നെ മാറി. അങ്ങനെയെങ്കിൽ എന്റെ അണ്ണൻ ഒരു നാഗമായിരുന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്കും മയൂരി. എനിക്ക് നിന്നോട് നേരത്തെ തൊട്ടേ പകയുണ്ട്. അതറിയില്ലേ നിനക്ക്? നിന്നെ അങ്ങനെ വിടാൻ കഴിയില്ല എനിക്ക്. നീ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ചത് വലിയ തെറ്റാണ് മയൂരി. എന്തുകൊണ്ട്? പീഹുവിന് സത്യം എന്താണെന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് രണ്ടുപേർക്കും തമ്മിലാണ് വഴക്ക്. നീ എന്തിനാണ് ആവശ്യമില്ലാതെ പീഹുവിനെ ഇതിന്റെ ഇടയിലേക്ക് ഇടുന്നേ? മയൂരി വീണ്ടും അർജുനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അർജുൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. മയൂരി വീണ്ടും അർജുനെ ബന്ധനസ്ഥനാക്കുന്നു. എന്നിട്ട് അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു.
എന്നാൽ പീഹു അർജുനെ രക്ഷിക്കാനായി മുന്നോട്ടു നീങ്ങുമ്പോൾ ആ മയിൽ പീഹുവിനെ തള്ളി താഴെയിടുന്നു. അങ്ങനെ പീഹുവിന് പരിക്കുപറ്റുന്നു. അത് കണ്ടപ്പോൾ അർജുന് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ അവൻ തന്റെ വിശാലമായ രൂപം സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ മയിൽ അവിടുന്ന് ഭയന്നോടി. പിഹു, നിനക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല അണ്ണ. പിഹു, നീ ഇപ്പൊ ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ ആരോടും പോയി പറയരുത്, കേട്ടല്ലോ? എന്നാലും അണ്ണ, നിങ്ങൾക്കുള്ളിൽ നിറയെ രഹസ്യമുണ്ടല്ലോ. അത് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം നിന്റെ മുറിവിന് മരുന്ന് വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അർജുനും പീഹുവും തിരികെ വീട്ടിലേക്കെത്തി. അർജുൻ വീണ്ടും പീഹുവിനെ ഓർമ്മപ്പെടുത്തി വീട്ടിൽ ആരോടുമൊന്നും പറയരുതെന്നുള്ളത്. ശരി അണ്ണ, ശരി. ഞാനിത് ആരോട് പറയില്ല. അപ്പോഴേക്കും കരുണ വന്ന് വാതിൽ തുറന്നു. അത് ശരി, ആരോട് പറയണ്ടെന്നാ? അല്ല, എന്തു പറയണ്ടെന്നാ? ഞാനും ഒന്ന് അറിയട്ടെ എന്നേ. കരുണ പെട്ടെന്ന് പീഹുവിനെ ശ്രദ്ധിച്ചു. അവൾക്കെങ്ങനെയായി മുറിവ് പറ്റിയത്? പീഹു, നിനക്കെങ്ങനെയായി മുറിവ് പറ്റിയത്? അത് അമ്മേ, പിന്നെ അത് നീ എന്താ മുക്കവും മുളും ചെയ്യുന്നേ? പീഹുവിന് എങ്ങനെയായി മുറിവ് പറ്റിയത്? അർജുൻ പീഹുവിന് നേരെ നോക്കുന്നു. ആന്റി, ഞാൻ കാല് തെറ്റി താഴെ വീണതാ. വാ, ഉള്ളിലേക്ക് വാ. സൂക്ഷിച്ചു നടക്കണ്ടേ നീ? ഇങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ എങ്ങനാ? കരുണ പീഹുവിനെ ഉള്ളിൽ കൊണ്ടുവന്ന് അവളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അർജുൻ ടെറസിന് മുകളിലേക്ക് പോകുന്നു. ശിവാനിയും അഞ്ജലിയും രണ്ടുപേരും അങ്ങോട്ടെത്തി. രണ്ടുപേരോടും കാര്യങ്ങളെല്ലാം അർജുൻ തുറന്നു പറഞ്ഞു. ഈ കൗശിക് അവന്റെ തന്ത്രങ്ങൾ നിർത്താൻ പോകുന്നില്ല. അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അർജുൻ പരിഭ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കാൻ തുടങ്ങി. എന്തുപറ്റി അർജുൻ? എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? ഇല്ല, എനിക്കൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടോ? ഇല്ല, സത്യമായിട്ട് എനിക്കൊന്നുമില്ല. ശിവാനി തന്റെ കണ്ണുകളടച്ച് നടന്ന കാര്യങ്ങളെല്ലാം കാണുന്നു. ശരി, നീ പറയണ്ട. പക്ഷെ എനിക്ക് മനസ്സിലായി അവിടെ നടന്നത് എന്താണെന്നുള്ളത്. അതെ, ഞാനൊരു നാഗമെന്നുള്ള കാര്യം പിഹുവിന് മനസ്സിലായി. ആണോ? അയ്യോ, ഇനി എന്തു ചെയ്യും? നിക്ക്, നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം. അപ്പോൾ പെട്ടെന്ന് കരുണയുടെ ശബ്ദം കേട്ടു. കുട്ടികളെ, നിങ്ങളൊന്ന് താഴേക്ക് വരുവോ? എല്ലാവരും താഴേക്ക് വന്നു. ഞാൻ നിങ്ങളോട് പിണക്കത്തിലാണ്. എന്തുപറ്റി അമ്മേ? മോനെ, ഇപ്പൊ നിന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് നീ എന്താ ആളാകെ മാറിയതുപോലെ. അർജുൻ ഭയന്ന് പീഹുവിന് നേരെ നോക്കുന്നു. ഒരുപക്ഷെ പിഹു എന്തെങ്കിലും പറഞ്ഞു കാണുമോ? ഇല്ല ഇല്ല, പിഹു ഒരിക്കലും പറയില്ല. നീ നിന്നെ കൺട്രോൾ ചെയ്യൂ അർജുൻ. അമ്മയ്ക്ക് സംശയം തോന്നുന്ന രീതിയിൽ യാതൊന്നും ചെയ്യരുത്. വളരെ സൂക്ഷിച്ച് അർജുൻ കള്ളത്തരത്തിൽ ഒരു ചിരി ചിരിക്കാൻ നോക്കി. ഓ ഹോ, അങ്ങനെയാണോ അമ്മേ? എനിക്കൊരു മാറ്റമില്ലല്ലോ. അത് പോട്ടെ, എനിക്ക് മാറ്റമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നാൻ കാരണം എന്താണ്? അതെന്താണെന്നൊന്ന് പറയൂ. ആദ്യമൊക്കെ നീ ആഹാരത്തിനായി വാശി പിടിക്കുമായിരുന്നു. ദിവസവും നിനക്ക് പുതിയതെന്തെങ്കിലും വേണം. പക്ഷെ ഇപ്പൊ നീ അങ്ങനെയൊന്നുമല്ല. അമ്മേ, അത് മാത്രമല്ല എന്റെ കൂടെ വന്നിരിക്കുന്നുമില്ല. ശരിയമ്മേ, ഇനി മുതൽ അമ്മ ഞാൻ നല്ലപോലെ ശല്യപ്പെടുത്തിക്കോളാം. ദിവസവും പുതിയ പുതിയ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറയുകയും ചെയ്യാം. കുട്ടികൾ അമ്മമാർക്ക് ഒരിക്കലും ഒരു ശല്യമാവില്ല. പകരം കുട്ടികൾക്കായി എന്തെങ്കിലും ചെയ്യുമ്പോ സന്തോഷാ തോന്നുക. താങ്ക് ഗോഡ്. പിഹു അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അർജുൻ കരുണയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അർജുൻ ബാൽക്കണിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് അഞ്ജലിയും എത്തി. ഇപ്പൊ നിനക്ക് പുറത്തോട്ടൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നല്ലോ. പീഹുവിനെ ആന്റിയെ ഇനി എങ്ങനെ നമ്മൾ പുറത്തു കൊണ്ടുപോകും? അവരെ നമുക്ക് തനിയെ വീട്ടിലും വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? ഇങ്ങനെ നമുക്ക് എത്ര നാൾ കഴിയാൻ പറ്റും? ഈ കൗശിക്കിന്റെ അഹങ്കാരം എന്ന് അവസാനിക്കുമെന്നറിയില്ല. അപ്പോൾ ആരോ പെട്ടെന്ന് വാതിൽക്കൽ ബെല്ലടിച്ചു. കരുണ വാതിൽ തുറക്കാനായി പോയി. അപ്പോൾ വാതിൽക്കൽ ഏക്തയായിരുന്നു. നമസ്കാരം ആന്റി, സുഖമാണോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നീ ശിവാനിയുടെ കൂട്ടുകാരി ഏക്തയല്ലേ? അതെ ആന്റി, ശിവാനി നല്ല പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ എപ്പോഴും കാണാൻ വരുന്നത്. മോളെ, ഇത് നിന്റെ കൂടെ വീടാ. നിനക്ക് ഇഷ്ടമുള്ളപ്പോ എപ്പോ വേണമെങ്കിലും വരാം. മാത്രമല്ല ശിവാനി നല്ലൊരു കുട്ടിയാ. പറഞ്ഞു വന്നാൽ അവൾ എന്റെ വേലക്കാരിയാ. പക്ഷെ ഞാൻ അവളെ ഒരു മോളെ പോലെയാ നോക്കുന്നേ. അതെ ആന്റി, ശിവാനിക്ക് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമാണ്. അപ്പോഴേക്കും ശിവാനിയും അങ്ങോട്ടെത്തി. അവൾ സോഫയിലിരിക്കുന്ന ഏക്തയെ കണ്ടു. എന്നിട്ട് അവളിൽ ഒരു പുതിയ നാഗിനിയെയും കണ്ടു. അതാ ശിവാനി വന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കേ. നാഗിനിയോ?
കൗശിക്കിന്റെ പുതിയ സൂത്രം. ഓഹോ, ഇവളാണോ ശിവാനി? ഇവളാണോ ഇവിടെ എല്ലാവരെയും കെട്ടിവെച്ചിരിക്കുന്നത്? ഇവളുടെ രഹസ്യം ഇപ്പൊ പൊളിക്കണമെന്നാ തോന്നുന്നത്. പക്ഷെ അത് സാധ്യമല്ലല്ലോ. എത്രയും പെട്ടെന്ന് അവൾ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം. അല്ല, രണ്ടുപേരും വെറുതെ നോക്കി നിൽക്കുകയുള്ളോ അതോ സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കെ ഞാൻ പോയി കഴിക്കാൻ എന്തേലും കൊണ്ടുവരാം. അത് പറഞ്ഞ് കരുണ അവിടുന്ന് പോയി. നീ ഇച്ഛാകാരി നാഗമല്ലേ? അപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാകുമല്ലോ. എനിക്കത് മനസ്സിലായി. എന്താ ചെയ്യേണ്ടത് എന്നതും എനിക്ക് മനസ്സിലായി. ആരെന്ത് ചെയ്യണമെന്ന് കാലമാണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ അഞ്ജലിയും അർജുനും അങ്ങോട്ട് വന്നു. അവർ അവിടെ ഏക്തയെ കണ്ടു. എന്നാൽ അവർക്കും മനസ്സിലാകുന്നു അതൊരു നാഗിനിയാണെന്നുള്ളത്. കരുണയും അങ്ങോട്ടെത്തി. അർജുൻ, അഞ്ജലി, നിങ്ങളും പരിചയപ്പെട്. ശിവാനിയുടെ കൂട്ടുകാരി ഏക്തയാണത്. ആന്റി, ഞങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. ഞാൻ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ തോട്ടത്തിൽ പോയിട്ട് വരാം. ഞാനും നിന്റെ കൂടെ വരാം. അർജുനും അഞ്ജലിയും ചെടികൾ നനയ്ക്കാനായി പുറത്തേക്ക് വന്നു. ഇപ്പൊ പുതിയൊരു നാഗിനി വീട്ടിൽ വന്നിരിക്കുന്നു. കരുണ ആന്റിയോട് എങ്ങനെ അതിനെപ്പറ്റി പറയും? അതെ, ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നമാണ്. നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണം. ശിവാനി എന്താണ് ഒന്നും ചെയ്യാതിരിക്കുന്നത്? അങ്ങനെ ധൃതി പിടിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം യഥാർത്ഥത്തിലുള്ള അർജുൻ എവിടാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ശിവാനിയും ഏക്തയും കൂടെ അങ്ങോട്ട് വന്നു. ആർക്കും ഒരു അപകടം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പൊക്കോ ഇവിടുന്ന്, മനസ്സിലായോ? അങ്ങനെയോ? ഞാൻ ഇവിടുന്ന് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ പറഞ്ഞാൽ ഉടനെ ഞാൻ പോകുമെന്നാണോ? ദേ ഇവിടെ നോക്കൂ, എനിക്കാരെയും പേടിയില്ല. ഇനി മുതൽ ഞാനും നിങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ കരുണ പീഹുവിനെയും കൂട്ടി കയ്യിൽ ഒരു ബോക്സുമായി വീടിന് പുറത്തേക്ക് തന്നെ വന്നു. അമ്മ എവിടെ പോവാ? പീഹു വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് കാരണം അതിന് നന്ദി പറയാൻ ഭഗവാന്റെ അടുത്തേക്ക് പോവാ ഞങ്ങൾ. അവിടെ കുറച്ച് കുട്ടികൾക്ക് ആഹാരവും കൊടുക്കുന്നുണ്ട്. അർജുൻ, നീയും അമ്മയുടെ കൂടെ പൊക്കോ. മോനെ, നീ ക്ഷീണിച്ചിരിക്കുകയല്ലേ? നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ വരണ്ട. ആന്റി, ഞാനും നിങ്ങളുടെ കൂടെ വരാം. നിങ്ങളുടെ പേരിൽ എനിക്കിവിടെയൊക്കെ കാണാൻ കഴിയുമല്ലോ. അമ്മയുടെ കൂടെ ഞാനും വരാം. അർജുനും കരുണയും പീഹുവും ഏക്തയും ചേർന്ന് അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷെ ശിവാനിക്കും അഞ്ജലിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കരുണ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. പക്ഷെ ഏക്ത അമ്പലത്തിന് പുറത്ത് തന്നെ നിന്നു. വാ മോളെ, നീ എന്താ പുറത്തു നിൽക്കുന്നേ? ആന്റി, ഇപ്പോൾ നിങ്ങൾ പോയിട്ട് വരൂ. ഞാൻ ഇനി ഒരു നാൾ വരാം. ശരി, അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഈ വലിയ ബോക്സ് ഇവിടെ മോള് പിടിച്ചോ. ഭഗവാന് നേദിക്കാനായി ഇതിൽ നിന്ന് അല്പം മാത്രം ഞാൻ എടുത്തിട്ട് പോവാം. ഏക്ത പുറത്ത് തന്നെ നിൽക്കുന്നു. നമ്മൾ വിചാരിച്ച ജോലി ഇന്ന് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏക്ത പ്രസാദത്തിന്റെ ബോക്സ് തുറന്ന് അതിലേക്കൊരു ചെറിയ ബോട്ടിലിൽ നിന്ന് എന്തോ ഒന്നിട്ടു. എന്നിട്ട് ആ ബോക്സ് അടച്ചു വെച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് കരുണയും എത്തി. ഏക്ത, അർജുൻ, നിങ്ങളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയെല്ലാം വിളിച്ച് അവരോട് നിലത്തിരിക്കാൻ പറയൂ. പീഹുവും നിങ്ങളെ സഹായിക്കും. അർജുൻ എല്ലാ കുട്ടികളെയും വളരെ സ്നേഹത്തോടെ വിളിച്ചു. എന്നിട്ട് അവരെ ലൈനായി ഇരുത്തി. ഏക്ത മനസ്സിൽ വളരെയധികം സന്തോഷിച്ചു. അർജുൻ, നീ പോയി എല്ലാവർക്കും പ്രസാദം കൊടുക്ക്. ഞാൻ വളരെ സന്തോഷത്തോടെ ഉണ്ടാക്കിയ പായസ. അർജുൻ എല്ലാവർക്കും പ്രസാദം കൊടുത്തു. അതേസമയം ശിവാനിക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ശിവാനി തന്റെ ശക്തികൾ ഉപയോഗിച്ച് ഒരു പൂച്ചക്കുട്ടിയെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെ ബോക്സിലിരിക്കുന്ന പായസം കുടിക്കാനായി അങ്ങോട്ട് പറഞ്ഞയച്ചു. അർജുൻ കുട്ടികൾക്ക് പായസം കൊടുക്കാനായി സ്പൂൺ എടുത്ത് നീട്ടിയ ഉടനെ തന്നെ പൂച്ച അതിലേക്ക് ചാടി വീണ് ആ പായസം കഴിക്കാൻ തുടങ്ങി. അയ്യോ, ഈ പൂച്ച ഇതെന്താ കാണിച്ചേ? അർജുൻ, ആദ്യം നീ ഈ പൂച്ചയ്ക്ക് വേണ്ടി കുറച്ച് പായസം മാറ്റി വെക്കേണ്ടതായിരുന്നു. ഇതിപ്പോ അത് മൊത്തം കേടുവന്നു. ഇനിയിപ്പോ ഈ കുട്ടികൾക്ക് എന്താ കൊടുക്കുക? ഇതെല്ലാം കണ്ടപ്പോ ഏക്തയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. എന്റെ എല്ലാ പ്ലാനുകളും ഇത് നശിപ്പിച്ചല്ലോ. ഈ പൂച്ചയെ ഞാൻ വെറുതെ വിടില്ല. ഏക്ത ആ പൂച്ചയെ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് തന്നെ ആ പൂച്ചയ്ക്ക് തല ചുറ്റാൻ തുടങ്ങി. പൂച്ച പെട്ടെന്ന് അവിടെ മറഞ്ഞു വീണു. അതിന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നു. ഇത് കണ്ടപ്പോൾ കുട്ടികൾ ബഹളം വെക്കാൻ തുടങ്ങി. പൂച്ച മരിച്ചു, പൂച്ച മരിച്ചു എന്ന് പറഞ്ഞ്. അതേസമയം ശിവാനിയും അഞ്ജലിയും ദൂരെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബഹളം കേട്ട് അമ്പലത്തിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങോട്ടെത്തി. എന്നിട്ട് പൂച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എന്താ മോനെ, എന്താ പറ്റിയത്? കാര്യം പറയേ. ഈ പൂച്ച എങ്ങനെയാണ് മരിച്ചത്?
എനിക്കറിയില്ല അച്ഛാ. ആ പായസം കഴിച്ചതും പൂച്ച ഉടനെ ചത്തുപോയി. അതാ നടന്നത്. അങ്ങനെയാണെങ്കിൽ ആരും ഈ പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ഇല്ല ഇല്ല, ഇത് ഞാൻ ഭഗവാന് പ്രസാദമായി ഉണ്ടാക്കിയതാ. നിങ്ങൾ ഇങ്ങനെ പറയരുത്. എങ്ങനെ വഴക്ക് പറയാതിരിക്കും? പൂച്ച കഴിച്ചില്ലെങ്കിൽ പിള്ളേര് കഴിക്കുമായിരുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാകും. നോക്ക്, എന്നോട് ക്ഷമിക്കൂ. ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് ഉറപ്പായും ആരോ ഒപ്പിച്ച പണിയാണ്. എന്റെ അമ്മ പറഞ്ഞതാണ് സത്യം. അമ്മ ഒരിക്കലും കള്ളം പറയാറില്ല. എന്നും സത്യമേ പറയൂ. അത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ വിസ്തരിക്കുന്നതാണ് നല്ലത്. എങ്കിലേ ശരിയാകൂ. അപ്പോൾ അങ്ങോട്ട് തന്റെ രൂപം മാറ്റി ശിവാനി എത്തി. എന്താ പറ്റി? എന്തിനാ ബഹളം വെക്കുന്നേ? നിന്നോടിപ്പോ അത് പറഞ്ഞേ പറ്റുവോ? ശിവാനി ആ സ്ത്രീയുടെ നേരെ നോക്കുന്നു. എന്നിട്ട് ആ പൂച്ചക്കുട്ടിയെ തന്റെ കൈകളിലെടുത്ത് അതിന് ജീവൻ നൽകി. അല്ല, ഈ പൂച്ചയ്ക്ക് ഇപ്പോഴും ജീവനുണ്ടല്ലോ. ദേവി എതി എന്നോട് ക്ഷമിക്കൂ. ഞങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളെ വെറുതെ സംശയിച്ചു. സത്യം പറഞ്ഞാൽ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് ശരിക്കും ലജ്ജ തോന്നുന്നു. അതൊന്നും സാരമില്ല. അബദ്ധങ്ങൾ സംഭവിക്കുന്നതല്ലേ. ശരിക്കും ഭാഗ്യം ഇതാണ്. ഈ ദുഷ്ടത്തരമൊക്കെ സംഭവിച്ചെങ്കിലും ഒന്നും സംഭവിക്കാതെ ഭഗവാൻ കാത്തല്ലോ നമ്മളെ. എല്ലാവരും അവിടുന്ന് പോയി. ഏക്തയും ശിവാനിയും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുന്നു. ഓഹോ, അപ്പോൾ എന്റെ തന്ത്രത്തെ ഈ നാഗിനിയാണോ നശിപ്പിച്ചത്? ഞാൻ ഈ നാഗിനിയെ വിടാൻ പോകുന്നില്ല. ഏക്ത ദേഷ്യത്തിൽ ഒരു വിശാല രൂപത്തിലേക്ക് മാറുന്നു. ഇത് കണ്ട് കരുണയും പീഹുവും ഭയന്നുപോയി. അർജുൻ, പീഹുവിനെയും കൊണ്ടുപോ. ഈ ഏക്തയ്ക്ക് ഇത് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കില്ലമ്മേ. ഞാൻ കൂടെയില്ലേ. അമ്മ ടെൻഷൻ ആവണ്ട. അപ്പോൾ ശിവാനിയും ഏക്തയേക്കാൾ വലിയൊരു രൂപം സ്വീകരിച്ചു. എന്നിട്ട് അവളെ ആക്രമിക്കാൻ തുടങ്ങി. ഏക്ത അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്റെ നാഗിനിയുടെ രൂപം സ്വീകരിച്ച് അതിന് പകരമായി ശിവാനിയെ കടിക്കാൻ നോക്കുന്നു. ശിവാനി അതിൽ നിന്നും രക്ഷപ്പെട്ടു മാറി. അപ്പോൾ ഏക്തയും അവിടെ നിന്ന് അപ്രത്യക്ഷയായി. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു മോനെ. എനിക്കാരെയും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയൊന്നും ഇല്ലമ്മേ. അമ്മ ആവശ്യമില്ലാതെ ടെൻഷൻ ആവാതെ. ഏക്ത ശിവാനിയുടെ കൂട്ടുകാരിയല്ലേ, പിന്നെ എങ്ങനെ അവൾ എത്ര വലിയ നാഗിനിയായത്? അതൊരു പക്ഷെ വേറെ ആരെങ്കിലും ആയിരിക്കും അമ്മേ. അത് ഏക്തയുടെ രൂപത്തിൽ വന്നതായിരിക്കും. പക്ഷെ എന്തുകൊണ്ടല്ല നമ്മുടെ വീട്ടിൽ? വരൂ അമ്മേ, നമുക്ക് വീട്ടിൽ പോകാം. അമ്മ ഇതിന് പ്രശ്നം വഷളാക്കുന്നേ. അർജുൻ, നീ എന്താ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാത്തത്? ആ നാഗിനി നമ്മുടെ വീട്ടിലാ നിന്നിരുന്നത്. അമ്മേ, നമുക്കിപ്പോ വീട്ടിൽ പോകാം. ഈ പ്രശ്നം പിന്നീട് നോക്കാം. കരുണയും അർജുനും പീഹുവും 3 പേരും വീട്ടിലേക്കെത്തി. കരുണയെ കണ്ടപ്പോൾ അഞ്ജലി പറഞ്ഞു, ആന്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ ഉണ്ടല്ലോ. കരുണ ഒന്നും പറയുന്നില്ല. ആദ്യം അമ്മയ്ക്ക് കുടിക്കാണ്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ. അഞ്ജലി വെള്ളം എടുത്തുകൊണ്ടുവന്ന് കരുണയ്ക്ക് കൊടുക്കുന്നു. അഞ്ജലി, ശിവാനി, 2 പേരും ഒന്ന് വാ. പറയൂ ആന്റി. കരുണ അന്ന് നടന്ന എല്ലാ കാര്യവും അവരോട് പറഞ്ഞു. എന്നാൽ അവർക്ക് 2 പേർക്കും മുന്നേ തന്നെ ഇതെല്ലാം അറിയാമായിരുന്നു. അതുപോലെ നിങ്ങൾക്കറിയോ ആ നാഗിനി ആരായിരുന്നെന്ന്? അറിയില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഏക്തയായിരുന്നു ആ നാഗിനി. അതെങ്ങനെയാ സാധ്യമാവുന്നത്? പക്ഷെ നടന്നതാ. എന്റെ പേടി അവൾ ഒരു നാഗിനിയാണെന്നുള്ളതൊന്നും അല്ല. നമ്മളോട് നുണ പറഞ്ഞ് അവൾ നമ്മുടെ ഇടയിൽ താമസിച്ചതാ എന്റെ പ്രശ്നം. അതാലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ശിവാനിയും അഞ്ജലിയും ഒന്നും പറയാതെ പരസ്പരം നോക്കുന്നു. ആന്റി, നിങ്ങൾ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണുള്ളത്. നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. നമുക്കിതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇത്രയും പറഞ്ഞ് എല്ലാവരും കരുണയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. മയൂരിയോടും റീത്തയോടും നീത്തയോടും, ഈ പുതിയ നാഗിനി ശിവാനിക്കും അഞ്ജലിക്കും പറ്റിയ ഏറ്റവും നല്ല ആയുധമാണ്. ഇവളുടെ ജോലി അവൾ നല്ല ശരിയായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. ഏക്ത ഉറപ്പായിട്ടും ആ ജോലി വിജയകരമായി പൂർത്തിയാക്കും. ഉറപ്പായിട്ടും ഒരു ദിവസം ആ ശിവാനി ഗതികെട്ട് ഇവിടേക്ക് വന്ന് നാഗമാണിക്യം എനിക്ക് തരും. ഇപ്പൊ സന്തോഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാര്യങ്ങൾ നടന്നതിന് ശേഷം സന്തോഷിക്കാം. മയൂരി പരിഭവിച്ച് അവിടെ നിന്ന് പോകുന്നു. അർജുന്റെ വീട്ടിൽ
കരുണയും പീഹുവും അകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഏക്ത കരുണയെ അവിടെ നിന്നെടുത്ത് ഗുഹയിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ കരുണ കണ്ണുകൾ തുറന്നു. ആ ഗുഹ കണ്ട് അവർ ഭയന്നുപോയി. ഞാനിതെവിടാ? ഞാൻ എങ്ങനെ ഇങ്ങോട്ട് എത്തിയത്? ഞാനാണ് എടുത്തോണ്ട് വന്നത്. നാഗിനിയോ? അതെ. അഞ്ജലി, എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തോ ഒരു ആപത്ത് സംഭവിക്കാനുണ്ട്. കരുണ ആന്റി. ഞാൻ അമ്മയുടെ റൂമിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. അർജുൻ മുറിയിൽ പോയി കരുണയെ കാണാതിരുന്നപ്പോൾ പുറത്തു വന്ന് അഞ്ജലിയോടും ശിവാനിയോടും പറഞ്ഞു. ശിവാനി കണ്ണുകളടച്ച് കരുണ എവിടെയാണെന്ന് നോക്കുന്നു. ഏക്ത കരുണ ആന്റിയെ പിടിച്ചുകൊണ്ട് പോയതാ. എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ രക്ഷിച്ചേ മതിയാകൂ. വേണ്ട, നീ വീട്ടിലിരുന്ന് പീഹുവിനെ ശ്രദ്ധിച്ചാ മതി. ഞാൻ പോയിട്ട് വരാം. ശരി, ഞങ്ങൾ പീഹുവിനെ നോക്കിക്കോളാം. നീ സൂക്ഷിച്ചു പോയിട്ട് വരൂ. ശരി, ഞാൻ എന്റെ വേഷം മാറിയിട്ട് പോവാം. ശിവാനി തന്റെ നാഗിനിയുടെ രൂപം സ്വീകരിച്ച് ആ ഗുഹയിലേക്ക് പോകുന്നു. ആ ഗുഹയിൽ കരുണ ഇപ്പോഴും പരിഭ്രമത്തിലായിരുന്നു. ആരാ നീ? കിളവി, നീ ചോദ്യമൊന്നും ചോദിക്കണ്ട. ശിവാനി തന്റെ വായിൽ നിന്ന് അഗ്നിഗോളം പുറപ്പെടുവിച്ചു. അപ്പോൾ ഏക്ത പുറകിൽ പോയി മറിഞ്ഞു വീണു. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലായില്ലായിരുന്നു? നീ പിന്നെയും അവരെ ശല്യപ്പെടുത്താനായി വന്നത്? നീ പഴയതുപോലെ രക്ഷിക്കാൻ വന്നതാണോ? മറുഭാഗത്ത് കൗശിക് മയൂരിയെ ഇതെല്ലാം കണ്ണാടിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇവളവിടെ ജോലി എത്ര മിടുക്കോടുകൂടിയാണ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ? മിടുക്കിയാണവൾ. അതെ അതെ. ഇതുവരെയായിട്ടും ഞാൻ അയച്ച ഒരാൾ പോലും ശിവാനിയോട് ഇത്രയും നേരം പോരാടിയിട്ടില്ല. പക്ഷെ ഏക്ത അവളുടെ മുഴുവൻ കഴിവും കാണിച്ചിരിക്കുന്നു. ഏക്ത കലക്കിയിരിക്കുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോ ഞാനും വേസ്റ്റ് ആണെന്നാണോ? നീ എന്തിനാ തെറ്റായി കാണുന്നത്? ഞാൻ നിന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. വീണ്ടും വീണ്ടും അവളെ മാത്രമേ നിങ്ങൾ പുകഴ്ത്തുവാണല്ലോ. അപ്പോൾ മയൂരി ആ കണ്ണാടിയിൽ കാണുന്നു ശിവാനി ഏക്തയെ എടുത്ത് ഉപദ്രവിക്കുന്നതായിട്ട്. ഏക്ത, ട്രൈ ചെയ്യേ, എങ്ങനെയെങ്കിലും അവളെ തോൽപ്പിക്കേ. എന്നാൽ ശിവാനി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവൾ ഏക്തയെ പൊക്കിയെടുത്ത് നിലത്തിട്ടടിക്കുകയായിരുന്നു. ഏക്ത ഒരു കത്തിയെടുത്ത് ശിവാനിയെ ആക്രമിക്കുന്നു. ശിവാനി അതേ കത്തി തന്റെ ശക്തി ഉപയോഗിച്ച് തിരിച്ചയക്കുന്നു. ആ കത്തി തിരിച്ചുപോയി ഏക്തയുടെ മേത്ത് തന്നെ തറച്ചു. ഉടനെ തന്നെ ഏക്ത തന്റെ നാഗിനിയുടെ രൂപത്തിലേക്ക് മാറി. അപ്പോൾ ശിവാനിയും തന്റെ നാഗിനി രൂപത്തിൽ എഴുന്നേറ്റ് നിന്നു. ശിവാനി തന്റെ ഭണം ഉപയോഗിച്ച് ഏക്തയെ ആക്രമിച്ചു. അപ്പോൾ ഏക്തയും തിരികെ ആക്രമിച്ചു. രണ്ടുപേരും പരസ്പരം ചുറ്റിപ്പിണഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. അവർ പോരാടി പോരാടി ഭൂമിയിൽ വന്നു വീണു. ഇത് കണ്ടപ്പോൾ കൗശിക് തന്റെ ശക്തി ഉപയോഗിച്ച് ഏക്തയെ അവിടെ നിന്ന് അപ്രത്യക്ഷയാക്കി. ഇപ്പോൾ അവിടെ ശിവാനിയും കരുണയും മാത്രമാണ് അവശേഷിച്ചത്. ശിവാനി വീട്ടിലേക്ക് വരികയായിരുന്നു. അവളുടെ പുറകെ തന്നെ കരുണയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശിവാനി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി വന്നു. ഇത് ശിവാനിയാണല്ലോ. ശിവാനി അല്പം കൂടെ വേഗതയിൽ നീങ്ങാൻ തുടങ്ങി. കരുണയും അതേ വേഗത്തിൽ തന്നെ അവളുടെ പുറകെ നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് എനിക്കിത് ശിവാനിയാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്? കരുണയ്ക്കെന്നെ മനസ്സിലായെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ശിവാനി തന്റെ മുഖഛായ മാറ്റി പുറകോട്ട് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങി. കരുണയും താൻ നിന്നിടത്ത് തന്നെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ശിവാനി തന്റെ നാഗിനിയുടെ രൂപം സ്വീകരിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി. ഛേ, ആവശ്യമില്ലാതെയാ ഞാനത് ശിവാനിയാണെന്ന് കരുതിയത്. എത്ര വലിയ മണ്ടിയാ ഞാൻ. ആ പാവത്തിന് ഇതൊന്നും അറിയുക പോലുമില്ല. കരുണ വീട്ടിലെത്തി വീടിന്റെ വാതിൽക്കലുള്ള ഡോർ ബെല്ലടിച്ചു. വാതിൽ തുറക്കാനായി വരുന്നത് ശിവാനിയാണ്. ശിവാനി? കരുണ, നിനക്കീടെ എന്താ സംഭവിക്കുന്നത്? അത് ശിവാനിയല്ലായിരുന്നു, മറ്റേതോ നാഗിനിയായിരുന്നു. ശിവാനി ദാ ഇവിടെ ഉണ്ട്. കരുണയ്ക്കിനി എന്തേലും സംശയം തോന്നിയോ? എന്ത് പറ്റി ആന്റി? ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നും പറയാതെ തന്നെ വീട്ടിനുള്ളിലേക്ക് കയറി വന്നു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ പീഹു അങ്ങോട്ടേക്ക് വരുന്നു. അല്ല, ഞാൻ ഒരുങ്ങുമ്പോ എല്ലാരും എന്നെ തനിയെ വിട്ടിട്ട് എവിടെ പോയതാ?
ആന്റി, നിങ്ങൾ പറയാതെ എവിടെയാണ് പോയത്? ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. കരുണ പീഹുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് നടന്നതെല്ലാം അവരോടൊക്കെ പറഞ്ഞു. നമ്മുടെ സന്തോഷം നിറഞ്ഞ കുടുംബത്തിന് ആരുടെ കണ്ണ് തട്ടിയതാണോ എന്തോ. അന്ന് ആ പൂജാരി പറഞ്ഞത് സത്യം തന്നെ. കുടുംബത്തിൽ ദുശക്തികളുടെ പ്രഭാവമുണ്ട്. അമ്മ ടെൻഷൻ ആവണ്ട, അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ബാഗും എടുത്ത് ഡോക്ടർ അങ്ങോട്ട് എത്തുന്നു. ഡോക്ടർ എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഇവിടെ ആർക്കാ വയ്യാത്തത്? ആന്റി, ഇവനെ ഞാനാ വരാൻ പറഞ്ഞത്. നിങ്ങൾക്കെന്തോ സുഖമില്ലാത്തതുപോലെ തോന്നി. ഒരു പ്രാവശ്യം നമുക്ക് ഡോക്ടർ എന്ന് കാണാം, അപ്പൊ അറിയാമല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഇങ്ങേരുടെ ആവശ്യമില്ല. അമ്മയെ ടെൻഷൻ അടിക്കാതെ എന്തായാലും ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡോക്ടർ കരുണയെ ചെക്ക് ചെയ്തു നോക്കുന്നു. അപ്പോൾ അവർക്ക് ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നമുണ്ട്. അദ്ദേഹം കുറച്ച് മരുന്നുകളും ഇഞ്ചക്ഷനും കൊടുത്ത് കരുണയെ ഉറങ്ങാൻ വെക്കുന്നു. പിഹു, നീ കുറച്ചേരം അകത്ത് പോയി TV കണ്ടോളൂ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ ഉച്ചത്തിലൊന്ന് വിളിച്ചാൽ മാത്രം മതി. പീഹു ഉള്ളിലേക്ക് പോകുന്നു. ബാക്കി എല്ലാവരും ചേർന്ന് അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അതേസമയം ഏക്ത ശിവാനിയോട് തോറ്റിട്ട് കൗശിക്കിന്റെ അടുത്തേക്ക് തിരികെ എത്തി. പറയൂ, നീ ഇപ്പൊ എന്തു പറയാനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറെ പരിശ്രമിച്ചു, എന്നിട്ടും അവള് രക്ഷപ്പെട്ട് ഓടി. അതായത് നീ തോറ്റുപോയെന്നാണോ? തോൽവി എന്ന വാക്ക് കേട്ട ഉടനെ ഏക്തയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇല്ല, ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഞാൻ വഴക്കിനിടയിൽ മരിച്ചാലും സന്തോഷമായേ മരിക്കൂ. പക്ഷെ തോൽക്കില്ല. വളരെ നല്ല കാര്യം. കൗശിക്കിന് സന്തോഷമായി. ഒരു കാര്യത്തിനു വേണ്ടി ഞാൻ കുറച്ചു ദിവസം പുറത്തു പോവുകയാണ്. ശിവാനിയുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാവണം. അതും പറഞ്ഞ് കൗശിക് അവിടെ നിന്ന് പോയി. പക്ഷെ മയൂരിക്കും റീത്തയ്ക്കും നീതയ്ക്കും അതത്ര സുഖിച്ചില്ല. അവരവിടെയുള്ളപ്പോൾ കൗശിക് മറ്റൊരാളെ പ്രശംസിക്കുന്നതോ ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും. ഇന്നലെ വന്ന് കയറിയ നാഗിനി നമ്മുടെ തലയിൽ കയറിയിരിക്ക. എന്തൊരു അഹങ്കാരം അവൾക്ക്. പക്ഷേ ഇത്രയും നാളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ഫലം അവൾ അനുഭവിക്കുന്നു. ഈ പറയുന്നതെല്ലാം ഏക്ത കേൾക്കുന്നു. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്റെ ആവശ്യം എന്തിനായിരുന്നു? നിങ്ങൾ അസൂയപ്പെടുന്നതിലും അർത്ഥമില്ലാതെയില്ല. നിങ്ങൾ അസൂയപ്പെടുന്ന അളവിന് എനിക്ക് കഴിവുണ്ട്. എന്തെന്നാൽ മറ്റുള്ളവരെക്കാളും എനിക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് കൗശിക്കിന് എന്നെ ഒത്തിരി ഇഷ്ടമായത്. ഞങ്ങളെ ഉപദേശിക്കാൻ നോക്കുവാണോ നാഗിനി? അങ്ങനെയെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. ഇവർ 3 പേരുണ്ട്. ഇപ്പൊ വഴക്കിട്ടിട്ട് ഒരു കാര്യവുമില്ല. എനിക്കിപ്പോ താല്പര്യമില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് ഏക്ത അവിടെ നിന്ന് അപ്രത്യക്ഷയായി. അവർ 3 പേരും പല്ല് കടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അതേ സമയത്ത് കൗശിക് മലമുകളിലേക്ക് എത്തിച്ചേരുന്നു. അവിടെയുള്ള ഒരു ഗുഹയുടെ അടുത്തേക്ക് ചെന്നു. ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു ശക്തമായ ഘനമുള്ള ശബ്ദം കേൾക്കാനിടയായി. പുറത്തു നിൽക്കുന്നത് ആരാണ്? ഞാൻ കൗശിക്കാണ് വന്നിരിക്കുന്നത്. അകത്തേക്ക് വരൂ. ഗുഹയ്ക്കകത്ത് ചെറിയ ചെറിയ പാറകളുണ്ടായിരുന്നു. അകത്ത് ഹോമം നടത്താനായി ഒരിടം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നീണ്ട മുടിയുള്ള കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് നീണ്ട താടിയുള്ള ഒരു മന്ത്രവാദി ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിൽ ഒരു കറുത്ത കുറിയും ഉണ്ടായിരുന്നു. കഴുത്തിൽ തലയോട്ടികളുടെ ഒരു മാലയും ധരിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് മന്ത്രവാദി ഗുരു എന്നാണ്. വരൂ കൗശിക്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഞാൻ വിചാരിച്ചു നീ എന്നെ പൂർണ്ണമായും മറന്നുപോയെന്ന്. ഗുരുവേ, അങ്ങനോട് ക്ഷമിച്ചാലും ഇതുവരെയായും എനിക്ക് ആ നാഗമാണിക്യം കൈക്കലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെനിക്കറിയാം. ശരി, എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറയൂ. ഞാൻ അർജുന്റെ ഒരു വ്യാജനെ ഉണ്ടാക്കി. എനിക്കിപ്പോ ഞാനായിട്ടുണ്ടാക്കിയ അവനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ മയൂരി? മയൂരി ഒരുപാട് പരിശ്രമിച്ചു നോക്കി. പക്ഷെ ശിവാനിയുടെ അടുത്തേക്ക് എത്താൻ പോലും കഴിയുന്നില്ല. ശിവാനി ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. ഞാൻ നിനക്ക് ചില മായാജാല ശക്തികൾ പകർന്നു തരാം. ആ ശക്തി കൊണ്ട് നിനക്ക് അർജുനെ കൊല്ലാൻ കഴിയും. അത് മാത്രമല്ല, ശിവാനിയെയും നിനക്ക് സമീപിക്കാൻ കഴിയും. കൗശിക് ആ മന്ത്രവാദി ഗുരുവിന്റെ കാൽപാദങ്ങളിൽ കൈകൾ കൂപ്പി നമസ്കരിക്കുന്നു. മന്ത്രവാദി ഗുരു തന്റെ കൈകൾ കൗശിക്കിന്റെ തലയിൽ വെച്ചിട്ട് മാന്ത്രിക ശക്തികൾ കൗശിക്കിന് നൽകുന്നു. പിന്തിരിഞ്ഞു നോക്കാതെ നേരെ മുൻപോട്ട് തന്നെ നടന്നു പോയി വിജയിച്ച് തിരികെ വരൂ. കൗശിക് അവിടെ നിന്ന് പോകുന്നു. അതേസമയം മയിൽ ഇപ്പോഴും വിഷമത്തിലാണ്. പകരം വീട്ടാനുള്ള ആഗ്രഹവുമായി അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്.
ആ ഏക്തായെ മാത്രം എന്റെ കയ്യിൽ ഒന്ന് കിട്ടട്ടെ, അപ്പോൾ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ആരാണെന്ന്. ഏക്തയും ഗുഹയുടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ റീത്തായും മീത്തായും ആ മയൂരിയെ വിട്ടൊന്ന് മാറിയാ മതിയായിരുന്നു. ആ അവസരം പ്രയോജനപ്പെടുത്തി ആ മയൂരിയെ കൊല്ലാൻ എളുപ്പമായിരുന്നു. മയൂരി നടന്ന് നടന്ന് ഗുഹയുടെ പുറത്തു വന്നു. അപ്പോൾ അവൾ അവിടെ ഏക്തയെ കാണുകയുണ്ടായി. ഇന്നാണ് ശരിയായ അവസരം. മയൂരി ഏക്തയെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഏക്ത ദൂരെ തെറിച്ചു പോയി വീണു. കൊള്ളാലോ, പുറകിൽ നിന്ന് ഉപദ്രവിക്കുന്നതാണോ നിന്റെ ധീരത? മയൂരിയും ഏക്തയും പരസ്പരം കഴുത്തുകൾ പിടിച്ച് ഞെരുക്കാൻ തുടങ്ങി. അതേസമയം അങ്ങോട്ടേക്ക് കൗശിക് വന്നെത്തുന്നു. രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നോക്കുന്നേ? അങ്ങനെയാണെങ്കിൽ പിന്നെ മയൂരി, നിന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കൂ. വേറെ ആരെങ്കിലും നല്ലത് ചെയ്താൽ പോലും നിനക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകൂ, എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കൗശിക് മയൂരിയെ അപമാനിച്ച് അവിടെ നിന്നും പറഞ്ഞയച്ചു. അതേ സമയത്ത് ആന്റി ഇനിയും ഉണർന്നില്ലേ? ഞാൻ അമ്മയ്ക്കും പിഹുവിനും എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. അർജുൻ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. എന്നാൽ യാത്രാമധ്യേ അർജുന്റെ വണ്ടിക്ക് മുമ്പിലായി റോഡിൽ നിന്നിരുന്ന ഒരു മരം മറിഞ്ഞു വീണു. എന്തൊരു കഷ്ടമാണ്, ഈ സമയത്ത് തന്നെ ഈ മരം വീഴണമായിരുന്നോ? അർജുൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി ആ മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അത് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചു നോക്കി. എന്നാൽ അവന്റെ കാലുകളിൽ ഒരു കയർ പിണഞ്ഞു കിടന്നു. അവൻ ആ കയറാൽ ചുറ്റപ്പെടുകയും ചെയ്തു. ആരാണ് എന്റെ കാല് കെട്ടിയിരിക്കുന്നത്? അപ്പോൾ ആരോ ആ കയറിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അപ്പോൾ അർജുനും ആ കയറിനോടൊപ്പം തന്നെ നീങ്ങാൻ തുടങ്ങി. അർജുൻ ആ മരത്തിൽ പിടിച്ചു നിന്നു. എന്നാൽ ആരോ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് അവനെ അയാളുടെ നേരെ വലിക്കുകയായിരുന്നു. ഞാൻ ഇതിനങ്ങോട്ട് പോണം. എന്തുകൊണ്ടാണ് എന്നെ ശക്തിയൊന്നും വർക്ക് ചെയ്യാത്തത്? അർജുൻ ഒത്തിരി തടയാൻ ശ്രമിച്ചെങ്കിലും അർജുൻ ആ കയറിനോടൊപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് കയറ് മുകളിലേക്ക് പൊന്താൻ തുടങ്ങി. അർജുൻ ഒരു കിണറിന് മുകളിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. അർജുൻ ഒരു പാറയിൽ കെട്ടിവെച്ചിരിക്കുന്ന കയറിന്റെ ബലത്തിലാണ് തൂങ്ങിക്കിടന്നത്. അവന്റെ താഴെ ഒരു കിണറുണ്ടായിരുന്നു. അതിൽ വെള്ളമല്ലായിരുന്നു, പകരം തീജ്വാലകളാണ് എരിഞ്ഞിരുന്നത്. ആ തീനാളങ്ങൾ കിണറിന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കൗശിക് ആ കയറിന്റെ മറ്റേ അറ്റവും പിടിച്ചു നിന്ന് ദൂരെ നിന്ന് ചിരിക്കുകയായിരുന്നു. കഥ വീണ്ടും തുടരും.